അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ അടുത്ത കാലത്ത് കുറച്ച് നാളായിട്ട് സ്ത്രീകളെ സംബന്ധിച്ച് എയറോബിക്സ് വളരെ ഇഫക്റ്റീവായിട്ട് ഒരുപാട് പേര് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് എയറോബിക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഒരു എയറോബിക്സിന്റെ ഒരു ട്രെയിനർ അല്ല, പക്ഷേ എയറോബിക്സിന്റെ കാളും എനിക്കൊന്ന് കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് വേർഷൻ എന്ന് പറയാവുന്ന കുറച്ചുകൂടി നമുക്കൊക്കെ ആസ്വദിച്ച് ചെയ്യാവുന്ന കംപ്ലീറ്റ് സ്ട്രെസ്സിൽ നിന്ന് നമുക്ക് ഒരു റിലീഫൊക്കെ നേടിത്തരുന്ന സുംബ ഡാൻസ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ കുറച്ച് പോപ്പുലറായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു സുംബ ട്രെയിനറാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ്. സുംബ ട്രെയിനറായ അഞ്ജലി ജയന്തനാണ്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം അഞ്ജലി. ബേസിക്കലി എയറോബിക്സ് എന്ന് പറയുന്നത് എനിക്കൊന്ന് കുറേയധികം ഇപ്പൊ സ്ത്രീകൾ വളരെ ചെയ്യുന്ന ഒരു കാര്യമാണ്. എയറോബിക്സിന് പോകുന്ന ഒരുപാട് പേരുണ്ട്. സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യാറില്ലെങ്കിൽ ഞാനും കുറച്ച് ദിവസമൊക്കെ പോയിട്ടുണ്ട്. പിന്നെ യോഗ നമ്മൾ ഒരുപാട് പേര് ചെയ്യുന്നു. മറ്റ് ഡാൻസ് തന്നെ ഒരു എക്സസൈസ് ആയിട്ട് പിന്നെ ഡാൻസിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു പ്രശ്നം, ഓരോ ദിവസം ഇപ്പം എയറോബിക്സ് വലിയ പോപ്പുലർ അല്ലായിരുന്നു, അടുത്ത കാലത്താണ് പോപ്പുലർ ആയത്. ഇതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പൊ ജിമ്മ്, സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഓരോ സമയത്തും ഓരോ 4-5 വർഷം കൂടുമ്പോഴും പുതിയ സാധനങ്ങൾ, പുതിയ 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 ഫോംസ് ഓഫ് എക്സസൈസ് നമുക്ക് വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ ഒരു സയന്റിഫിസിറ്റി ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇപ്പൊ യോഗ എന്ന് പറയുന്നത് നമുക്കറിയാം വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു 100 കണക്കിന് വർഷങ്ങളായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ഇഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം സയന്റിഫിക് ആണ്, അത് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകാവുന്ന സൈഡ് എഫക്ട്സിനെ കുറിച്ചൊക്കെ നമ്മൾ അവെയർ ആണ്. ഇപ്പം മറ്റിപ്പം നടക്കാൻ പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് വരേണ്ട കാര്യമില്ല. പക്ഷെ ഈ പറഞ്ഞ എറോബിക്സ് ആണെങ്കിലും സുംബ ആണെങ്കിലും ഇതിന്റെയൊക്കെ ഒരു സയന്റിഫിസിറ്റി ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു സുംബ ട്രെയിനർ എന്നുള്ള രീതിയിൽ എങ്ങനെയായിരിക്കും ഇത്തരത്തിലുള്ള ഒരു സംശയത്തെ നേരിടുന്നത്? സുംബ എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പുറത്തൊക്കെ ഇന്ത്യക്ക് പുറത്ത് ഇത് ഭയങ്കര എല്ലാവരും ഇപ്പോഴും സുംബ ഭയങ്കര എന്താ പറയുക എനർജറ്റിക് ആയിട്ട്, അവർക്ക് സുംബ ഇല്ലാതെ ലൈഫ് ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അത്രയ്ക്കും സുംബ ബാക്കിയുള്ള എക്സസൈസ് ഇപ്പോൾ പറഞ്ഞ പോലെ യോഗയാണെങ്കിലും എറോബിക്സ് ആണെങ്കിലും ഒരു സമയത്തുമ്പോൾ അത് നമുക്ക് ബോറടിക്കും. ഒരു ഏതൊരു ആക്ടിവിറ്റി ആയാലും ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴും ജിമ്മിൽ പോയി എത്ര വർക്കൗട്ട് ചെയ്താലും നമുക്ക് ബോറടിക്കും. പക്ഷെ സുംബ അങ്ങനെയല്ല. സുംബ ഒരു ഫൺ എൻ്റർടൈൻമെൻ്റ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് ഇത് ഗ്രൂപ്പിൽ ചെയ്യുമ്പോൾ, ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്ന ഇതല്ല, ഗ്രൂപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പിൽ ചെയ്യുമ്പോൾ ഭയങ്കര എനർജറ്റിക് ആണ്, ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ്. കാരണം ഷൗട്ടിങ്, സ്ക്രീമിങ്, എൻജോയ്മെൻറ്റ്, ഫുൾ ഒരു ക്ലാസ്, ഒരു ഫിറ്റ്നസ് ക്ലാസ് ആണ് നടക്കുന്നതെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഫിറ്റ്നസ് ചെയ്യുന്നുണ്ട്. ഫുൾ ഇത് ഡാൻസ് എന്ന് പറയുന്നത് ഫിറ്റ്നസ് ഡാൻസ് ആണ്. മീൻസ് നമ്മളതിൽ കൂടുതൽ സ്ക്വാട്ട്, ഈ എറോബിക്സ് പോലെ തന്നെ, പക്ഷെ അതിൻ്റെ അഡ്വാൻസ് വേർഷൻ ഷേക്കിങ്സ് കൂടുതൽ നമ്മൾ നമ്മുടെ ചെസ്റ്റും ട്രങ്ക് ഏരിയാസും യൂസ് ചെയ്യും. ഷേക്കിങ് ലേഡീസ് പൊതുവേ, നമ്മൾ ആരായാലും നമ്മൾ പൊതുവേ നമ്മുടെ ഈ ഏരിയ ചെസ്റ്റും ട്രങ്കും യൂസ് ചെയ്യുന്നില്ല. ഫുള്ള് നടക്കുന്നതാണെങ്കിലും കാല്, കൈ, ബ്രിസ്ക് വാക്ക്, വേറെ എറോബിക്സ് ആണെങ്കിലും നമ്മൾ ചെസ്റ്റും ട്രങ്കും യൂസ് ചെയ്യുന്നതേ ഇല്ല. പക്ഷെ സുംബയിൽ അങ്ങനെയല്ല. സുംബയിൽ നമ്മൾ നമ്മുടെ ഹോൾ ബോഡി, ഈച്ച് ആൻഡ് എവറി പാർട്ട് മൂവ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ മെൻ്റലിയും ഇമോഷണലിയും നമ്മൾ വേറൊരു വേൾഡിലാണ്. നമുക്ക് എത്ര സ്ട്രെസ്ഡ് ആണെങ്കിലും എന്തൊക്കെ പ്രശ്നം തലയ്ക്കകത്തുണ്ടെങ്കിലും സുംബ ചെയ്യുമ്പോൾ അതൊന്നും നമ്മൾ ആ ഒരു 1 hour ആണ് ചെയ്യുന്നത്. 1 hour നമ്മൾ വേറൊരു വേൾഡിലാണ്. കാരണം ഈ ചെയ്തവരുടെ ഫീഡ്ബാക്സ് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം രാവിലെ ചെയ്തിട്ട് പിന്നെ ഓഫീസിൽ പോകുന്നവർ പറയുന്നത് ഓഫീസിൽ ഭയങ്കര എനർജറ്റിക് ആണ് അവർ. ഒരു ക്ലയൻറ്റ് എന്നോട് ഒന്ന് പറഞ്ഞു, ആ ക്ലയൻറ്റിൻ്റെ ഓഫീസിലുള്ള ആൾക്കാർ കൂടെ വർക്ക് ചെയ്യുന്നവർ ചോദിക്കുന്നത് എന്താ ഇത്ര എനർജി കൂടാൻ കാരണം ഈ. അപ്പോൾ പറഞ്ഞു സുംബയാണ് റീസൺ. അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് സുംബ അങ്ങനെ അറിഞ്ഞ് വരുന്നവരുണ്ട്. അപ്പോൾ സുംബ ഇപ്പോൾ കേരളത്തിൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒത്തിരി ക്ലയൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 4-5 പിന്നെ 10 ആയി. ഇപ്പോൾ കൂടി വരികയാണ്. കാരണം ആൾക്കാർക്ക് അതിൻ്റെ ഇഫക്റ്റ് മനസ്സിലായി. ഇപ്പം പറഞ്ഞ പോലെ ഓരോ സമയത്ത് ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം യോഗയായിരുന്നു, പിന്നെ എറോബിക്സ്. ഇപ്പോൾ എറോബിക്സ് എല്ലാവരും ചെയ്യുന്നുണ്ട്, കൂടുതലും ലേഡീസാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സുംബ എന്ന് പറയുന്നത് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ് ചെയ്യുന്നത്. നമ്മളിപ്പം ഞാൻ തന്നെ ആയാലും ഒരു 1 hour ഒരു ജിമ്മിൽ പോയി എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ബോറടിക്കും. പക്ഷെ സുംബ അങ്ങനെയല്ല. 1 hour നമ്മൾ 1 hour ചെയ്താലും ഇനിയും ചെയ്യാനുള്ള ഫീലിംഗ് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മൾ കാലറീസ് ബേൺ ചെയ്യുന്നുണ്ട്,
800 മിനിമം നമ്മൾ എത്ര നന്നായിട്ട് ചെയ്യുമോ അത്രയും കാലറി കൂടുതൽ ബേൺ ആവും. പിന്നെ വെയിറ്റ് ലോസ് ഭയങ്കരമാണ് ഇതിൽ. ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ് സുംബ ചെയ്യുന്നത്, റെഗുലറായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഭയങ്കര കാലറി ബേണിംഗ് ആണ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് എന്ന് പറയുമ്പോൾ മൺഡേ ചെയ്താൽ അടുത്ത വെനസ്ഡേ ചെയ്താൽ മതി, അങ്ങനെ. അപ്പോൾ ആ ഓൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്തിട്ട് 8 ക്ലാസ്സസ് ആയപ്പോൾ 2 കിലോ കുറഞ്ഞവരുണ്ട്, 8 ക്ലാസ്സസിൽ 2 കിലോ കുറഞ്ഞവരുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഇഫക്റ്റീവാണ് സുംബ. അപ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫിറ്റ്നസ് ഇല്ലാതെ ലൈഫില്ല. അത് ഇപ്പോൾ കേരളത്തും നമ്മുടെ ഇന്ത്യയിലൊക്കെ അത് വരുന്നതേ ഉള്ളൂ, കാരണം പുറത്ത് എല്ലാവരും ഫിറ്റ്നസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും. ഇവിടെ ഞാനിപ്പോൾ കേരളത്തിൽ ഒത്തിരി ആൾക്കാരുടെ അടുത്ത് സുംബയെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അവർ പറയുന്ന സമയമില്ല, സമയം തിരക്കാണ് എല്ലാവർക്കും. പക്ഷേ ഈ ഡെയിലി ഒരു 1 hour എങ്കിലും നമ്മുടെ സ്വന്തം ബോഡിക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യം. കാരണം എന്തൊക്കെയായാലും നമുക്ക് ഹെൽത്ത് ഇല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. മക്കൾക്ക് വേണ്ടി ഓടുന്നു, പാരൻസിനെ നോക്കണം, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സ്വന്തം ഹെൽത്ത് ശരിയായില്ലെങ്കിൽ പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു 1 hour അറ്റ്ലീസ്റ്റ് സുംബ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഹെൽത്തിന് വേണ്ടി ചെയ്യുന്നത് നല്ലതായിരിക്കും. മീൻസ് ഇപ്പോൾ സുംബ അതിന് ബെസ്റ്റ് വേ ആണ്. കാരണം ഇത്രയും സ്ട്രെസ്സ് കാണില്ല ചെയ്യുമ്പോൾ, ഭയങ്കര എല്ലാം മറന്ന് നമ്മൾ നമ്മുടെ സ്വന്തം ബോഡിക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഫിറ്റ്നസ് ആണ് ചെയ്യുന്നതെന്നുള്ള ഒരു ഫീലിങ്ങും കാണില്ല. ഭയങ്കര ഇഫക്റ്റീവാണ് അത് ചെയ്യുമ്പോൾ. தமிழ் தெரியாதா? ஹிந்தில 1 second. की चांद को घूंघट के नीचे छुपा के लाई तेरे लिए दुनिया से नजरें चुरा के। पीछे कुआं आगे मेरे खाई, तू ही बता जाऊं मैं कहाँ, मुझको दुआ किसकी लगी भाई, आके पधारा हूँ जो यहाँ। इल्ले फिकर आजा इधर, बीट पे लगा ले तू ठुमका। 1 2 3 4 get on the dance floor.